പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രത്യാശയും ഉറപ്പും നമുക്ക് തന്ന് നമ്മളെ ദൈനംദിന വഴി നടത്തുന്ന കർത്താവിന്റെ വചനം. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അത് ദൈവവചനം. ആശ്വസിക്കാനും ആശ്രയിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒന്നുണ്ടെങ്കിൽ ദൈവവചനം. നിങ്ങൾ എത്രത്തോളം വചനത്തിൽ വിശ്വസിക്കുന്നു, എത്രത്തോളം നിങ്ങൾ വചനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിന് നിലമാറും, സാഹചര്യങ്ങൾ മാറും. കാരണം ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ് വചനത്താലാണ് സകലവും ഉളവായത്, വചനത്താലാണ് സകലതും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വചനത്തിന്റെ പ്രത്യേകതയെ, വചനത്തിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ നിങ്ങൾ കൊടുക്കുമെങ്കിൽ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റും. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ വചനത്തിൽ കൂടെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന എല്ലാം അതിനോടൊക്കെ ചേർന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ചേർന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തം. ഗോഡ് ഈസ് വിത്ത് us. യേശുവിന്റെ ജനനത്തോട് ചേർന്ന് ജനനത്തിന് മുമ്പായി കർത്താവിന്റെ ദൂതൻ മറിയുടെ അടുക്കൽ വന്നപ്പോൾ മറിയോട് പറഞ്ഞ രണ്ട് കാര്യം ഇതാ. ഒന്ന്, അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അതിനോട് ചേർന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, അവൻ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കും. ദൈവം നമ്മുടെ കൂടെ. നമുക്ക് ദൈവജനം, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ, അവരുടെ ജീവിതയാത്രയിൽ, അവരുടെ പ്രത്യേകിച്ച് അവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്കുള്ളവരുടെ യാത്രയിൽ അവർ വലിയ പ്രയാസത്തിൽ കൂടെ പോയതായ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ശത്രുക്കൾ, പ്രശ്നങ്ങൾ ഒക്കെ കൊണ്ട് അവർ പലപ്പോഴും പ്രയാസങ്ങളിൽ കൂടെ പോയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ചില സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവരിൽ തന്നെ പിറുപിറുക്കുകയും ദൈവത്തെ അവിശ്വസിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ട് ആ ദൈവത്തിൽ നിന്നുള്ള ആ ഒരു ഇന്റിമസി നിന്ന് അവർ പോവുകയും അത് തന്നെ അവരിൽ വലിയ പ്രയാസങ്ങൾ, അവരുടെ അകത്ത് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ തകർത്ത് കളയുകയും ചെയ്യുന്ന പോലെ അനുഭവങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കും. അവരവിടെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന പോലെ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുകയും ദൈവത്തെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവർ കൂടെ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ഇവിടെ വന്നതിനേക്കാൾ ഞങ്ങൾക്ക് മുമ്പിലത്തെ ജീവിതമായിരുന്നു ഏറ്റവും നല്ലത്, പഴയ കാലമായിരുന്നു നല്ലത്. അത് അവർ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ പാപം ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ ജനത്തിന്റെ കൂടെ നടക്കത്തില്ല, ജനത്തിന്റെ കൂടെ ഞാൻ വരത്തില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യം. എന്നാൽ മോശ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് വരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. ഇപ്പൊ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം, ആ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഹോപ്പ്, വലിയൊരു ധൈര്യവും പ്രത്യാശയായിരുന്നു ദൈവം അവരോട് കൂടെ ഉണ്ടെന്നുള്ളത്. ന്യായപ്രമാണത്താൽ ദൈവ ഉടമ്പടി ചെയ്ത് അവരുടെ കൂടെ വസിച്ചു. നിങ്ങൾ ഞാനും ഒരു പുതിയ ഉടമ്പടിയിലൂടെ, ന്യൂ കവനന്റിനകത്തൂടെ നമ്മൾ ദൈവമക്കളായി തീർന്നു എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവർ, നമ്മൾ കവനന്റിൽ കൂടെ ദൈവമക്കളായതല്ല, നമ്മൾ പുതിയ കവനന്റിൽ കൂടെ ദൈവമക്കളായതല്ല, ദൈവത്തെ വിശ്വസിച്ചത് നിമിത്തം ദൈവത്തിന്റെ മക്കളായത്, ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായത്. അതായത് ഉടമ്പടി, കവനന്റ് ആവശ്യമായിരുന്നു, ഒരു പുതിയ ഉടമ്പടി ആവശ്യമായിരുന്നത് പഴയ ഉടമ്പടിയുടെ ഭാഗമായിരുന്നു അവർക്ക്. നമ്മുടെ പഴയ ഉടമ്പടിയുടെ ഭാഗമായിരുന്നവരല്ല. കാരണം പഴയ ഉടമ്പടിയെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു, അത് മോശയോട് കൂടെ നടന്ന ജനത്തിനു വേണ്ടി മാത്രം നൽകപ്പെട്ടതാണ്. നമുക്ക് പഴയ ഒരു ഉടമ്പടി ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവമക്കളായി തീർന്നത് യേശുക്രിസ്തുവും പിതാവും തമ്മിൽ ചെയ്ത ഉടമ്പടി, അതായത് ന്യായപ്രമാണത്തെ കർത്താവ് നൽകിയത്, ന്യായപ്രമാണത്തിലൂടെ ലോകത്തിന്റെ പാപത്തിന് വില കൊടുക്കാനായിട്ട് ഒരു പ്രമാണം ഉണ്ടാക്കിയത്.
ആ പ്രമാണത്തിനകത്ത് വന്ന് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി യേശു വന്ന് ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി യേശു ക്രിസ്തു ന്യായപ്രമാണ പ്രകാരം വില കൊടുത്തു. നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, യേശു ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി യേശു ന്യായപ്രമാണത്തിന് കീഴിൽ. നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ 4-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അഞ്ചാം വാക്യം, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവർ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അത് 5-ാം വാക്യത്തിൽ പറയും. 4-ാം വാക്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴ് ജനിച്ചവനായി തന്നെ നിയോഗിച്ച് അയച്ചത്. അപ്പൊ അവിടെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായിട്ട് യേശുവിനെ അയച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവർ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട്. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരായിരുന്നില്ല. കാരണം ന്യായപ്രമാണം ദൈവം മാനവജാതിക്ക് തന്നതല്ല, മോശയോട് കൂടെ പുറപ്പെട്ടു വന്ന ജനത്തിനു വേണ്ടി കൊടുത്ത ന്യായപ്രമാണം. അവരിലൂടെ ക്രിസ്തുവിലാകുക എന്നതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ 3-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം, അതിന്റെ 24-ാം വാക്യം 23 മുതൽ വായിക്കാം. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. ഇത് യഹൂദന്മാരെ കുറിച്ച് പറയുന്നത്. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. അപ്പൊ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അവിടെ ഒരു പ്രമാണത്തെക്കുറിച്ചല്ല പറയുന്നത്. പ്രമാണത്തിനപ്പുറത്ത് ദൈവത്തിന്റെ ആദിയിലെ ദർശനം. അതായത് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് ഒരു ഉടമ്പടി കൊണ്ടല്ല, ഒരു നിയമമല്ല, ഒരു കവനന്റിൽ കൂടെ സൃഷ്ടിക്കപ്പെട്ടതല്ല. ദൈവം ആദമിനെ സൃഷ്ടിച്ചത് കൊണ്ട് ആദമിന് വേണ്ടിയുള്ളതെല്ലാം കർത്താവ് നൽകി. അപ്പൊ അവിടെ ഒരു ഉടമ്പടി ബന്ധമല്ല ആദവും ദൈവം തമ്മിലുണ്ടായിരുന്നത്. അപ്പൊ ഒന്നാമത്തെ ആദമിന്റെ പാപം, ഒന്നാമത്തെ ആദമിന്റെ അകൃത്യം, അനുസരണക്കേട് നിമിത്തം മാനവജാതിയിൽ വെളിപ്പെട്ടു നിന്ന പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മനുഷ്യനെ വിടുവിക്കാനായിട്ടാണ് ഒടുക്കത്തെ ആദാമായിട്ട് യേശു ക്രിസ്തു വെളിപ്പെടുന്നത്. അതാണ് 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, 45-ാം വാക്യം. ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അപ്പോ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായിട്ട് തീർന്നു. അതവിടെ വളരെ വ്യക്തമായിട്ട് തോന്നുന്നു, ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പൊ അവിടെ യേശുക്രിസ്തുവിലൂടെ സ്ഥാപിച്ചത് ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. ആ ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന ദൈവ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുക, ഒടുക്കത്തെ ആദാമിലേക്ക് എത്തിക്കുക, അതായിരുന്നു കർത്താവിന്റെ പദ്ധതി. സകല മാനവജാതി അതിനുവേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തൊരു സമൂഹമാണ് യഹൂദന്മാർ, ദൈവജനം. എന്നാൽ അവിടെ അവർക്ക് ദൈവം ന്യായപ്രമാണം കൊടുത്തു. അവർ ന്യായപ്രമാണത്തിന് കീഴായി. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ന്യായപ്രമാണം നമുക്ക് വേണ്ടി നൽകപ്പെട്ടതുമില്ല. അത് വളരെ വ്യക്തമായിട്ട് റോമാലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഒന്നാമത്തത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. 9-ാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. റോമാലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തില് 4-ാം വാക്യം 5-ാം വാക്യം, അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അപ്പൊ ഇവിടെ ന്യായപ്രമാണം അവർക്ക്, പുത്രത്വം അവർക്ക്. അതായത് നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ജനത്തെ പുറപ്പെടുവിക്കാണ്ട് മോശയെ ദൈവം അയച്ചപ്പോ മോശയുടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 21, 22, 23 വാക്കുകൾ നമുക്കത് കാണാം. ഫറവോനോട് പറയണം, എന്റെ ആദ്യജാതനെ വിട്ടയക്കും, എന്റെ പുത്രനെ വിട്ടയക്കും. അവിടെ ഒരു ജനത എന്നതിനപ്പുറത്ത് പുത്രൻ എന്നാണ് കർത്താവ് അഭിസംബോധന ചെയ്യുന്നത്. പുത്രത്വം അവർക്കുള്ളതായിരുന്നു. അവിടെ ആ പുത്രത്വം എന്ന് പറയുമ്പോൾ
പുത്രൻ എന്ന് പറയുന്ന ആ പദവി നിങ്ങൾ മനസ്സിലാക്കണം. പുത്രജനം, പുത്രൻ എന്ന് പറയുന്ന ആ വാക്കിൽ നമ്മൾ ജനം എന്ന് പറയുന്ന അല്ല, പുത്രൻ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ കാണുന്നത്. ആ പുത്രൻ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിലൂടെ വന്നതല്ല. പുത്രത്വം ന്യായപ്രമാണത്തിലൂടെ വന്നപ്പം ദാസത്വം വന്നു, ദാസത്വം, ദാസന്മാരായിട്ട്. എന്നാൽ ന്യായപ്രമാണത്തിന് മുമ്പ് അവർ പുത്രന്മാരായിരുന്നു. നിങ്ങളും ഞാനും ഉടമ്പടിയിലൂടെ മക്കളായതല്ല, ജനിച്ച് മക്കളായത്, വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ മക്കളായത്. അതായത് ഉടമ്പടി, ക്രിസ്തുവും പിതാവും തമ്മിൽ ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. ആ ഉടമ്പടിയാൽ നമുക്ക് ആ ഉടമ്പടിയായിട്ടല്ല ബന്ധം, ഉടമ്പടി ചെയ്ത് ക്രിസ്തുവുമായിട്ട് നമ്മുടെ ബന്ധം. നമ്മൾ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാ. ക്രിസ്തുവിലെ വീണ്ടും ജനനത്താൽ, ക്രിസ്തു യേശുവിങ്കിലെ വിശ്വാസത്താൽ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക. അപ്പൊ അവിടെ ന്യായപ്രമാണം ഒരു പ്രമാണത്തിന്റെ കീഴിലല്ല നിങ്ങൾ ഞാനും, ക്രിസ്തുവിലാണ്. അപ്പൊ ഇവിടെ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ഞാനും ദൈവത്തിന്റെ മക്കളായി മാറി. ഇവിടെ ഉടമ്പടി അല്ല ഇവിടുത്തെ അടിസ്ഥാന ഘടകം, പുതിയ നിയമം, ഉടമ്പടി. അപ്പൊ ഈ പുതിയ ഉടമ്പടി, പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ കീഴിലുള്ളവർക്കായിരുന്നു പുതിയ നിയമത്തിന്റെ ആവശ്യം. എന്നാൽ പഴയ ഉടമ്പടിയുടെ കീഴിൽ അല്ലാതിരുന്ന നമുക്ക് അവർ നിമിത്തം യേശു ക്രിസ്തു സകല മാനവജാതിയിലും പാപത്തെ ചുമന്നു. അവരെ കർത്താവ് അതിന് ഉപയോഗിച്ചു. സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവരെ കൈക്കൊണ്ടില്ല. അവരുടെ ന്യായപ്രമാണ പ്രകാരം അവനെ മരിക്കണമെന്ന് നമുക്കറിയാം. ന്യായപ്രമാണ പ്രകാരം അവനെ അർപ്പിക്കേണ്ടതിന് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി യേശുവിനെ. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാ, ന്യായപ്രമാണ പ്രകാരം ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം അവൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും അവനെ കൊല്ലണം. അതായിരുന്നു ആ പ്രമാണികൾ ആവശ്യപ്പെട്ട ഒറ്റക്കാര്യം. അപ്പൊ അവിടെ അവർക്കുള്ള ഒരു കാര്യം ഇത്, ഞങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരാൾ ദൈവത്തോട് സമനാക്കി കഴിഞ്ഞാൽ കൊല്ലണം. ഒരാൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണം. അത് അവര് ആ പ്രമാണം നിവർത്തിച്ചു. അപ്പൊ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അവിടെ യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കിയത് ഒരു ശൂന്യതയല്ല, ഒരു എൻഡ് അല്ല. ആമേൻ. ഒരു പുതിയ തുടക്കം. അവിടെ ന്യായപ്രമാണത്താലല്ല നമ്മൾ വീണ്ടും ജനിച്ചത്, വിശ്വാസത്താലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്, വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ അവകാശികളും ദൈവത്തിന്റെ കൂട്ടവകാശികളും. അതായത് അവിടെ നമുക്കതിനെ രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും. ഒരു അമ്മയ്ക്കും അപ്പനും വസ്തുവകകൾ ഉണ്ടെങ്കിൽ അവരത് എല്ലാ മക്കൾക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഈക്വലായിട്ട് ഷെയർ ചെയ്യുമ്പോൾ മൂത്ത പുത്രന് രണ്ട് പങ്ക്, അതായത് അപ്പനും അമ്മയ്ക്കുമുള്ള പങ്കും ഒപ്പം എല്ലാ മക്കൾക്കുള്ള പങ്കിന്റെ ഒരു ഓഹരി, അങ്ങനെ 2 പങ്ക് അദ്ദേഹത്തിന് കിട്ടും. അപ്പൊ അപ്പന്റെ സ്വത്തിന് അവകാശിയായി തീരുന്നു. അതുപോലെ തന്നെ എല്ലാ മക്കൾക്കും ഉള്ള അവകാശവും അതും അദ്ദേഹത്തിന്. അപ്പൊ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും, അതാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ ഈ കൂട്ടവകാശി എന്ന് പറയുന്ന പദത്തെ നമ്മൾ ശരിയായ നിലയിൽ പഠിക്കുമ്പോൾ, കൂട്ടവകാശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വസ്തു ഉണ്ടെന്നിരിക്കട്ടെ, അതിന് കൂട്ടവകാശം എന്ന് പറയുമ്പോൾ 2 ഏക്കർ വസ്തുവുണ്ട്. അതിലെനിക്കും എൻ്റെ സഹോദരനും അദ്ദേഹത്തിനും 1 ഏക്കറിൽ അവകാശം, എനിക്ക് 1 ഏക്കറിൽ അവകാശം, അല്ലെങ്കിൽ 10 സെന്റിൽ അദ്ദേഹത്തിന് അവകാശം, എനിക്ക് 10 സെന്റിൽ അവകാശം. പക്ഷേ ഈ കൂട്ടവകാശം എന്ന വാക്ക് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അവിടെ ആ ഒരു മീനിങ്ങിലല്ല നമ്മൾ കാണുന്നത്. അതിനപ്പുറമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് വസ്തു 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല, ആ വീട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ 2 പേരുടെയും, എന്റെയും എൻ്റെ സഹോദരന്റെയും അല്ലെങ്കിൽ സഹോദരങ്ങളുടെയും പേരിൽ ആ വസ്തു അവിടെ കിടക്കുക, അല്ലെങ്കിൽ വീട് അവിടെ കിടക്കുക. അപ്പോഴ് ഞങ്ങൾക്ക് എല്ലാവർക്കും 100% സ്വാതന്ത്ര്യം അതിനകത്തുള്ളതുപോലെ തന്നെയാണ് ഈ കൂട്ടവകാശം എന്ന പദം കൊണ്ട് പറയുന്നത്. അതായത് അവൻ യേശുക്രിസ്തു എത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ പിതാവിനെ അബ്ബാന്ന് വിളിച്ചു,
അതേ സ്വാതന്ത്ര്യത്തോടെ നമുക്കും അബ്ബാന്ന് വിളിക്കാനുള്ള യോഗ്യത അതിലുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു എത്രത്തോളം പിതാവിന്റെ അധികാരത്തെയും പിതാവിന്റെ ശക്തിയും ഉപയോഗിച്ചു, അതേപോലെ തന്നെ അതേ നിലവാരത്തിൽ തന്നെ നമുക്കും നിൽക്കുവാനുള്ള പ്രാപ്തി നമുക്ക് കർത്താവ് വരുത്തിയിരിക്കുക. അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൂട്ടവകാശമാണ്, ഒരുമിച്ച് ആ കാര്യങ്ങളെ ചെയ്യുന്നത്. അതായത് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, കർത്താവിന്റെ കൂട്ടവകാശികളാണ് നമ്മൾ. വിശ്വാസത്താൽ വീണ്ടും ജനിച്ചവരാണ്, വിശ്വാസത്താൽ വീണ്ടും ജനിച്ച മക്കളാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പിശാച് ഇതുവരെയും കൊണ്ടുവന്ന് വെച്ച വെല്ലുവിളികളും നിരാശകളും ഭാരങ്ങളും എല്ലാം നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുകയും തളർത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇല്ല, ഒരു സാഹചര്യങ്ങൾക്കും നിങ്ങളെ അലട്ടുവാൻ, തകർക്കുവാൻ, നിരാശപ്പെടുത്തുവാൻ സാധ്യമല്ല. കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത്, കർത്താവിനെ തിരിച്ചറിഞ്ഞ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു പരാജയമല്ല, നിങ്ങളൊരു തകർച്ചയല്ല. പിശാച് നിങ്ങളുടെ ഉള്ളിൽ പലതരത്തിലെ ഭാരങ്ങൾ, നിരാശകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളത് അനുവദിക്കരുത്. നിങ്ങൾ ന്യായപ്രമാണത്തെ അല്ല ദൈവമക്കളായ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ വീണ്ടും ജനിച്ചപ്പോൾ അവിടെ യഹൂദനെന്നില്ല, യവനനെന്നില്ല, അടിമയെന്നില്ല, സ്വതന്ത്രനെന്നില്ല, എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്ര. അപ്പൊ ഇവിടെ ന്യായപ്രമാണം ഉണ്ടായിരുന്നവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അഭിമാനമായിരുന്നു അവരുടെ ന്യായപ്രമാണം. എന്നാല് ജാതികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ന്യായപ്രമാണം അവർക്ക് ഒരു അവകാശമായിട്ട് പറയാനില്ല. യേശുക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയായി. റോമാലേഖനം 10:4 വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമായി. ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ വേൾഡ്. അപ്പൊ യേശുക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയായി. ഇനി ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല നിങ്ങൾ. ന്യായപ്രമാണത്തിന് നിങ്ങളുടെ മേലും എന്റെ മേലും ഒരു അവകാശവുമില്ല. ന്യായപ്രമാണത്താലല്ല നമ്മൾ വീണ്ടും ജനിച്ചത്, വിശ്വാസത്താലാണ്. അങ്ങനെ വിശ്വാസത്താൽ വീണ്ടും ജനിച്ച നിങ്ങളുടെയും എന്റെ ജീവിതത്തിനകത്ത് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തെ തകർത്തതും ചോദ്യം ചെയ്തതും നിരാശപ്പെടുത്തിയതും നിങ്ങളുടെ ജീവിതത്തെ ഞെരുക്കിക്കളഞ്ഞ പല സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ യു ആർ എ ന്യൂ ക്രിയേഷൻ. നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുക. അങ്ങനെ വീണ്ടും ജനിച്ച നിങ്ങൾ ന്യായപ്രമാണ പ്രകാരമുള്ള കൽപ്പനകളോ ന്യായപ്രമാണ പ്രകാരമുള്ള പ്രവൃത്തികളോ ആചാരങ്ങളോ അല്ല. ഇവിടെ ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. തന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഗാഡ് ഈസ് സ്പിരിറ്റ്. അപ്പം ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവം തന്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ. അതായത് സ്വർഗത്തെ ദൈവം തനിക്ക് വേണ്ടി എടുക്കുകയും ഭൂമിയെ മനുഷ്യന് നൽകിയെന്നാണ്. അപ്പൊ മനുഷ്യന്റെ കയ്യിൽ ഭൂമിയുടെ മേൽ അധികാരത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കും. എന്ന് അനേകര് പലപ്പോഴും ചോദ്യം ചെയ്യുന്ന നിലയിലുണ്ട്. ദൈവം ഉണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ദൈവം ഉണ്ട്. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യരിൽ കൂടെയാണ്, നിങ്ങളിൽ കൂടെ, എന്നിൽ കൂടെ, നമ്മളിലൂടെയാണ് ഇന്നത്തെ കാലത്തിൽ ഭൂമിയിൽ കർത്താവ് ഇടപെടുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിന് അടിസ്ഥാനപരമായ, ആ കാലഘട്ടത്തിന് ആവശ്യമായ നിലയിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട, യേശുവിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട അതേ ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ നിലയിൽ നിങ്ങളിലൂടെയും എന്നിലൂടെയും വെളിപ്പെടുന്നത്. നിങ്ങളിലൂടെയും എന്നിലൂടെയും ദൈവം വെളിപ്പെടത്തക്കോണം, ക്രിസ്തു വെളിപ്പെടത്തക്കോണം നിങ്ങളെയും എന്നെയും ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടെ അവരുടെ പല ചോദ്യങ്ങൾക്ക് മറുപടിയായി നിങ്ങളിലും എന്നിലും ക്രിസ്തു വെളിപ്പെട്ട് നിൽക്കുക, ദൈവം വെളിപ്പെട്ട് നിൽക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സംശയങ്ങളും ഭയങ്ങളും ഭാരങ്ങളും നിരാശകളും
ഇതൊക്കെ നിങ്ങളെ വാഴാനായിട്ട് വിട്ടുകൊടുക്കാതെ, ഇതൊക്കെ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കാതെ, സാഹചര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കാണാമോ? നിങ്ങളെ നടത്തുന്ന കർത്താവിനെ ഒന്ന് കാണാമോ? നിങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവിനെ ഒന്ന് കാണാമോ? നിങ്ങളെ വിളിച്ച കർത്താവിനെ നിങ്ങളൊന്ന് കാണാമോ? ഹല്ലേലൂയ. ആ കർത്താവിനെ കാണാനായിട്ട് ഇമ്മാനുവേൽ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കൂടെ, ദൈവം നമ്മുടെ കൂടെ. എന്നാൽ നിങ്ങളെയും എന്റെയും പ്രസന്റ് ലൈഫ് ഇമ്മാനുവേൽ ആയിട്ടല്ല, ക്രൈസ്റ്റ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് ഇൻ യു, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തെയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഉന്നതങ്ങളിൽ മഹത്വത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവം, അതേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം സർവശക്തനായ ദൈവമാണ്. എന്നാൽ അത് വെളിപ്പെടുന്നത് ക്രിസ്തുവിലൂടെ. ദൈവസ്നേഹം വെളിപ്പെടുന്നത് ക്രിസ്തുവിലൂടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത് ക്രിസ്തുവിൽ കൂടെ. അതേ പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു ഈ കാലഘട്ടത്തിൽ നിങ്ങളിലാണ് വസിക്കുന്നത്. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ കരം, നിങ്ങളുടെ നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ റിയാക്ഷൻസ്, നിങ്ങളുടെ റെസ്പോണ്ട്, നിങ്ങൾ പ്രതികരിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുന്നതിനായിട്ടാണ് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളിൽ വസിക്കും. യേശുവിൽ അന്ന് ആ കാലഘട്ടത്തിന്, അതായത് ന്യായപ്രമാണത്തിന് നിവർത്തിക്ക് വേണ്ടിയിട്ട് യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി, അനേകരുടെ വിടുതലിനായി, അനേക ജനത്തെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, പാപത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ, രക്ഷിക്കാനായിട്ട് കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുക. ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. യെസ്, അത് നിങ്ങൾ തിരിച്ചറിയാമോ? അത് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ ചുറ്റുപാടുകളും നിങ്ങളുടെ അവസ്ഥകളും മാറാനായിട്ട്. വേറെ ഒരു കാര്യത്തിന് പുറകെ നിങ്ങൾ പോകണം. വേറെ ഒരു കാര്യത്തിന് പുറകെ നിങ്ങൾ പോകണം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത്ഭുതങ്ങളിൽ ചെയ്യുന്നൊരു കർത്താവ് വിശ്വസിക്കാൻ സാധിക്കുമോ? വിടുവിക്കുന്ന ഒരു കർത്താവ് വിശ്വസിക്കാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ആമേൻ. അന്ന് യേശുവിൽ വെളിപ്പെട്ട ആ കാലഘട്ടത്തെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി യേശുവിൽ വെളിപ്പെട്ട അതേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുന്നത് നിങ്ങളിൽ കൂടെയാണ്. That through you, by you. Praise God. നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. അത്ഭുതങ്ങൾ നിസ്സാരമായിട്ട് നടക്കും. യെസ്, നിശ്ചയമായിട്ടും ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. യെസ്, നിങ്ങൾ ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെട്ടവരല്ല, വീണ്ടും ജനിച്ചവരല്ല. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി, നമ്മളെ അല്ല. യേശുക്രിസ്തുവും പിതാവും തമ്മിൽ ചെയ്ത ഉടമ്പടിയുടെ റിസൾട്ടാണ് നിങ്ങൾ ഞാൻ. അവിടെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയ യഹൂദന്മാരുടെ കാര്യം, നമ്മുടെ കാര്യമല്ല. പക്ഷെ അബ്രഹാമിന്റെ ഉടമ്പടി, അബ്രഹാമിന് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ മുഴുവൻ നിങ്ങളുടേതും എന്റേതുമായിട്ട് മാറി ക്രിസ്തു മുഖാന്തരം. യെസ്, ആ ബോധ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നിശ്ചയമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഇപ്പോൾ വചനത്തിലൂടെ കേൾപ്പിച്ച പോലെ കർത്താവെ, ഞങ്ങൾ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ വീണ്ടും ജനിച്ചവരാണ്. ഞങ്ങളൊരു പ്രമാണത്താൽ വീണ്ടും ജനിച്ചവരല്ല, വിശ്വാസത്താൽ. അതേ കർത്താവ്, അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ക്രിസ്തുവിലെ വിശ്വാസത്താൽ അവർ ആരായി തീർന്നുവെന്ന ആഴമേറിയ ബോധ്യം അവരുടെ ഉള്ളിൽ കൊടുക്കണം. സാഹചര്യങ്ങളെ, ആ വെല്ലുവിളികളെ, പ്രതികൂലങ്ങളെ തകർത്തു മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ആ കൃപ അവരുടെ മേൽ പകരണേ കർത്താവേ. അവരുടെ വിഷയങ്ങൾക്ക്, അവരുടെ ചുറ്റുപാടുകളുള്ള വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട്, കുടുംബങ്ങളുടെ വിടുതലിനായിട്ട്, അതേ കർത്താവെ, അന്ന് യേശുവിൽ കൂടെ വെളിപ്പെട്ട അതേ ക്രിസ്തുവിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ സന്ദേശത്തിന്, വിടുതലിന്, ജയത്തിന്, അത്ഭുതത്തിന് ഞങ്ങളുടെ ജനത്തെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവെ, ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് ഇവരെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു.
കർത്താവെ, രോഗികളായിട്ട് ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ യേശുവിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് വിളിച്ച വിളിയോട് പ്രതികരിക്കാൻ കഴിയാതോടും ശാരീരികമായ ക്ലേശങ്ങളും മാനസിക സംഘർഷങ്ങളും അവരെ തളർത്തുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അഭാരങ്ങൾ മാറിപ്പോട്ടെ, അവേദനകൾ മാറിപ്പോട്ടെ, നിരാശ മാറിപ്പോട്ടെ. ഇപ്പോൾ തന്നെ ക്രിസ്തുവിലൂടെയുള്ള ജീവൻ അവരിൽ വെളിപ്പെടുമാറാകട്ടെ. അത്ഭുതകരമായ അവരിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നതിനായി സ്തോത്രം. അസാധാരണമായ നിലയിൽ അപ്പ അവരെ അങ്ങ് മാനിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. കുടുംബങ്ങളായ വ്യക്തികളായിട്ട് അവരെ മാനിക്കണം. അത്ഭുത സൗഖ്യം കൽപ്പിക്കുന്നു കർത്താവേ. പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ, ധൈര്യം കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാം മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായി ഈ കാണുന്ന നമ്പറിലൂടെ ഞങ്ങളോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളോട് കൂടെ ചേർന്ന് കർത്താവിന് നന്ദി പറയാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. 3 പുസ്തകങ്ങളുണ്ട്. 1 സ്നാനം ക്രിസ്തുവിൽ, 2 റിസ്റ്റോറേഷൻ ഇൻ ക്രൈസ്റ്റ്, പുനഃസ്ഥാപനം ക്രിസ്തുവിൽ. ഈ പുസ്തകങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്. നിങ്ങൾക്ക് ഈ പുസ്തകം സൗജന്യമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആ പുസ്തകം ലഭിക്കും. അത് ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് നിങ്ങൾ നിശ്ചയമായി വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെയും നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ പങ്കാളികളെ തീരുകയാണ്. അത് നിശ്ചയമായിട്ടും ഒരുമിച്ച് ദൈവരാജ്യ വർധനവിനും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിൽ ഒരുമിച്ച് നിൽക്കുവാനും അതിടയായി തീരട്ടെ. അതെ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിൽ നിന്നല്ല നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയത്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു യേശു ക്രിസ്തുവിലൂടെ. അതെ, ഹല്ലേലൂയ. നമ്മള് ന്യായപ്രമാണത്താലല്ല വീണ്ടും ജനിച്ചു, നമ്മുടെ ക്രിസ്തുവിനെ വിശ്വാസത്താൽ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് ആ ബോധ്യത്തോടെ രോഗമോ ശാപമോ ദാരിദ്ര്യമോ നിങ്ങളെ വാഴുന്നുവെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടോ? നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. കർത്താവ് നിങ്ങളെ ജീവിതത്തിന്റെ സകല മേഖലകളിലും, ഇതുവരെയും നിങ്ങൾ തൊട്ടതെല്ലാം ശാപമായി തീർന്നു, പരാജയമായി എന്നതായിരുന്നു ഇതുവരെ നിങ്ങളുടെ ജീവിതാനുഭവമെങ്കിൽ ഇനി അങ്ങനല്ല. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന വചനം പറയുന്നു. അതെ, അത് ന്യായപ്രമാണം അനുസരിക്കുന്നവന്റെ ജീവിതത്തിൽ അതായിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ദൈവം, ന്യായപ്രമാണം അവർക്ക് കൊടുത്ത ദൈവം നമ്മളിൽ വസിക്കപ്പെടും. അവൻ നമ്മളിൽ വസിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും അത് സഫലമാകാതിരിക്കത്തില്ല. നാം ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ ഒരു അടയാളമാക്കി കർത്താവ് നിർത്തി മാനിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.